ഈ അനുഗ്രഹീതമായ ദിവസത്തിനും സമയത്തിനുമായി കാലാതീതനായ ദൈവത്തെ വാഴ്ത്തുന്നു. കാലത്തികവിങ്കൽ കന്യകയിലൂടെ ലോകത്തിൽ വന്ന് നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. നമ്മൾ ദൈവസഭയും മഹോപദ്രവവും അല്ലെങ്കിൽ മഹാപീഡനവും എന്ന വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. പരമ്പരാഗതമായ വിശ്വാസം അനുസരിച്ച് സഭകൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു മഹാപീഡനത്തിന് മുമ്പ് മധ്യാകാശത്തിൽ വരികയും ദൈവസഭയെ തൻ്റെ അടുക്കലേക്ക് ചേർക്കുകയും പിന്നീട് 7 വർഷം ഇവിടെ എതിർക്രിസ്തുവിന്റെ ഭരണവും മഹാപീഡനവും ഉണ്ടാവുകയും ചെയ്യുമെന്നാണ്. എന്നാൽ അടുത്ത കാലത്ത് അതിന് വിപരീതമായ ചില പഠിപ്പീരുകളും ഉണ്ടായി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പഠനത്തിന് വേണ്ടി ഒരുങ്ങിയത്. അത് നമുക്ക് അറിയാമല്ലോ. സ്തോത്രം. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച 70 ആഴ്ചവട്ടങ്ങളുമായുള്ള ബന്ധത്തിൽ ആയിരുന്നു. അതായത് മഹാപീഡനകാലം എന്ന ഒരു കാലമോ എതിർക്രിസ്തുവിന്റെ ഭരണം എന്ന ഒരു ഭരണമോ ദാനിയേൽ പ്രവാചകൻ പ്രവചിക്കുന്നത് പോലെ 70 ആഴ്ചവട്ടത്തിലെ 70-ാം ആഴ്ചവട്ടം എന്നൊരു ആഴ്ചവട്ടമോ ഒന്നുമില്ല. അതൊക്കെ തീർന്നു പോയി എന്ന പഠിപ്പീരുകൾ ഉള്ളതുകൊണ്ട് അതങ്ങനെ തന്നെയോ എന്നൊന്നറിയാൻ നമ്മൾ നിഷ്പക്ഷ ബുദ്ധിയോടെ ഈ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ നിന്നും 70 ആഴ്ചവട്ടങ്ങൾ ദൈവം നിയമിച്ചിരിക്കുന്നത് ഇസ്രായേലിനും യെരുശലേമിനും വേണ്ടിയാണെന്നും അത് അക്ഷരീയമായ കാര്യങ്ങളാണെന്നും ആ കാലങ്ങൾ കൊണ്ട് നിറവേറപ്പെടേണ്ട 6 പ്രധാന സംഭവങ്ങളെ ദൈവം ദാനിയേൽ 9:24 അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും അവ എന്തൊക്കെ എവിടം വരെയായി എന്നും ഉള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ 6 എണ്ണത്തിൽ 5 കാര്യങ്ങളും നിറവേറുവാൻ ബാക്കിയുള്ളതായി കണ്ടു. ഇനിയും ഭാഗികമായോ ആത്മീയമായോ അത് നിറവേറി എന്ന് വന്നാലും ഒരു അക്ഷരീയ നിറവേറലാണ് അവകൾക്കുണ്ടാകേണ്ടത്. ആ ലിറ്ററൽ ഫൈനൽ റിയലൈസേഷൻ ഓഫ് ദോസ് തിങ്സ് ആർ സ്റ്റിൽ അവൈറ്റിംഗ്. അങ്ങനെയുള്ള അക്ഷരീയമായ ഒരു പൂർത്തീകരണം ഇനിയും സംഭവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 70 ആഴ്ചവട്ടങ്ങൾ ഇതുവരെ പൂർണ്ണമായിട്ടില്ല. എന്നാൽ 69 പൂർണ്ണമായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനിയും ശേഷിക്കുന്നത് 7 വർഷം ഒരാഴ്ച. അതിനെ എതിർക്രിസ്തുവിന്റെ ഭരണമായിട്ട് തന്നെയാണ് ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനവും. ഇത്രയുമായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടത്. പിന്നെ ഈ 70-ാം ആഴ്ചവട്ടത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ മഹാപീഡനത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചും നമ്മൾ കാണുകയുണ്ടായി. അത് 70-ാം ആഴ്ചവട്ടം എന്ന നിലയിൽ ഒരാഴ്ചവട്ടം 7 വർഷം.
എന്നാൽ അതിനെ വീണ്ടും രണ്ടായി വിഭജിച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ 3.5 കൊല്ലവും ഒടുവിലത്തെ 3.5 കൊല്ലവും, ആദ്യ പകുതിയും രണ്ടാം പകുതിയും. ആദ്യ പകുതി വലിയ കുഴപ്പമില്ലാതെ പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ കാലത്തെ പൊതുവെ അറിയപ്പെടുന്നത് പീഡനകാലമെന്നാണ്. എന്നാൽ നാം അതിനുശേഷം കാണുന്നത് മഹാ ഉപദ്രവം, മഹാപീഡനം. ആ മഹാ ഉപദ്രവത്തെയാണ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് മഹോപദ്രവം എന്ന് വിളിക്കുന്നത്. ഓരോ വാക്കുകളും നമ്മൾ ഉച്ചരിക്കുമ്പോഴൊക്കെ അക്ഷരങ്ങളും അതിൻ്റെ ഉച്ചാരണങ്ങളും ഒക്കെ വളരെ ശ്രദ്ധിച്ചേ ആകാവൂ എന്ന് ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. പ്രത്യേകിച്ച് നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ചില അക്ഷരങ്ങൾക്കൊക്കെ ഇല്ലാത്ത എന്താണ് പറയുന്നത്, സ്ട്രെസ് ഒക്കെ കൊടുത്ത് പറയാറുണ്ട്. കർത്താവേ എന്നുള്ളതിന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കർത്താവേ എന്നാവും. അപ്പം അങ്ങനെ പല വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും ഇല്ലാത്ത പ്രാധാന്യവും ഊന്നലുമൊക്കെ കൊടുത്ത് തെറ്റിപ്പോകുന്ന ഒരു പതിവ് പെന്തക്കോസ്തുകാർക്കുണ്ട്. ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയിരിക്കുന്ന ഒരു തെറ്റായ സംഗതിയാണ് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ ആത്മാവ് എന്ന് പിരിച്ചു പറയുക. ഭാഷാപരമായിട്ട് തെറ്റല്ല, പക്ഷേ വേദപുസ്തകപരമായി പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. പരിശുദ്ധ ആത്മാവ് എന്ന് പിരിച്ചു പറയേണ്ട ആവശ്യമില്ല, പിരിച്ചു പറയേണ്ടതില്ല. പ്രത്യേകിച്ച് മലയാളത്തിൽ അത് ഒരുമിച്ച് പറയാനുള്ള സാധ്യത ഭാഷയിലുള്ളപ്പോൾ അപ്പം അങ്ങനെ ഒത്തിരി ഉണ്ട്. ആ നിലയിൽ നമ്മൾ മഹാപീഡനം, മഹോപദ്രവം എന്നൊക്കെയുള്ള പദങ്ങളെ പഠിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്നലെ എത്രയുമൊക്കെ ചിന്തിച്ചിരുന്നു. അതിൽ എന്തെങ്കിലും ഒടുവിൽ സംശയ നിവാരണം വരുത്തിയെന്ന് എൻ്റെ ഓർമ്മ. എങ്കിലും ഇന്നലെ നമ്മൾ പഠിച്ചിടം വരെ എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല. ശരി. അപ്പോൾ 7 വർഷം എന്ന കണക്ക് നമുക്ക് എവിടെ നിന്നും കിട്ടി എന്ന് മനസ്സിലായല്ലോ. പ്രത്യേകിച്ച് ദാനിയേലിലും വെളിപ്പാടിലും ആ കാര്യം പറയുന്നു. വിശേഷാൽ ആ 7 വർഷത്തെ രണ്ടായിട്ട് പിരിച്ചിരിക്കുന്നു. 7 വർഷത്തേക്കാണ് ഭരണസാരഥ്യം എതിർ ക്രിസ്തു ഏറ്റെടുക്കുന്നത്. ഞാൻ ഇന്നലെ ഒടുവിൽ പറഞ്ഞതുപോലെ ലോകം അതിൻ്റെ ഒടുവിലത്തെ ഭരണാധികാരിയായ എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ്, scientific proceedings, political changes, climatic changes, changes in human nature, മനുഷ്യന്റെ സ്വഭാവത്തിൽ ഉള്ള മാറ്റങ്ങൾ, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ, സാങ്കേതിക വിദ്യയുടെ
വലിയ പുരോഗമനം, രാഷ്ട്രീയ മാറ്റങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വിവിധ കാലാവസ്ഥാ പ്രശ്നങ്ങൾ, ഭൂപ്രകൃതിയിലെ മാറ്റങ്ങൾ, രോഗങ്ങളുടെ വർധനവ്, കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം, അസാൻമാർഗികതയുടെയും പാപത്തിന്റെയും വേലിയേറ്റം, എന്നിങ്ങനെ എല്ലാ രീതികളിലും ലോകം അതിൻ്റെ ഒടുവിലത്തെ ഭരണാധികാരിക്ക് വേണ്ടി ഒരുങ്ങി. ആ ഒരുക്കം ഏതാണ്ടൊക്കെ പൂർണ്ണമായെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഈ വിധമായ ഒരുക്കങ്ങളൊക്കെ, ഈ വിധമായ അടയാളങ്ങളൊക്കെ യേശുവിൻ്റെ വരവിന് വേണ്ടി ഉള്ളതാണെന്നാണ്. സത്യത്തിൽ ലോകം ഒരുങ്ങുന്നത് അതിൻ്റെ ഒടുവിലത്തെ ഭരണാധികാരിക്ക് വേണ്ടിയാണ്. എന്നാൽ നമുക്കൊരു കാര്യം അറിയാം, അവൻ വരുന്നതിന് മുമ്പ് അവന്റെ കൈകളിലേക്ക് തൻ്റെ കുറുപ്രാവിനെ വിട്ടുകൊടുക്കാതെ തൻ്റെ ചങ്കിലെ ചോര കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ മണവാട്ടിയാം സഭയെ തൻ്റെ അടുക്കൽ നമ്മുടെ കർത്താവ് ചേർത്തുകൊള്ളും. സ്തോത്രം. അതുകൊണ്ടാണ് ഈ വിധ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ യേശുവിൻ്റെ വരവടുത്തു അടുത്തു എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രസംഗകർ പ്രസംഗിക്കാറ്. എന്നാൽ യാഥാർത്ഥ്യം ഇതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ 7 വർഷത്തെ മഹാപീഡന കാലത്തിന്റെ കണക്കുകൾ നമുക്ക് ലഭിച്ചു. അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ ദാനിയേൽ 9:27 കണ്ടതുപോലെ അവൻ ഒരു ഉടമ്പടി ചെയ്യും. ഉടമ്പടിയെ ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ വെച്ച് അവൻ ലംഘിക്കും. ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ വെച്ച് അവൻ ലംഘിക്കും. അവൻ നിയമമൊക്കെ, ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി സമാധാന പ്രഭു എന്ന നിലയിൽ യഹൂദന്റെ മശിഹ എന്ന അഭിനയത്തിൽ അവൻ ഭരണം നടത്തുന്ന ആദ്യത്തെ 3.5 കൊല്ലത്തിനിടയിലാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്ന 2 സാക്ഷികളുടെ ശുശ്രൂഷ. ഈ മഹാപീഡനത്തിന്റെ 3.5 ഉള്ള 2 പിരിവുകളിൽ ആദ്യത്തെ ഭാഗത്താണ്, ആദ്യത്തെ 3.5 കൊല്ലമാണ് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറയുന്ന 2 സാക്ഷികൾ ശുശ്രൂഷിക്കുന്നത്. അവർ ഭൂമിയിലാണ് ശുശ്രൂഷിക്കുക. അവരുടെ ശുശ്രൂഷയുടെ കേന്ദ്രബിന്ദു യെരുശലേമായിരിക്കും. അവരുടെ ശുശ്രൂഷയുടെ കേന്ദ്രസ്ഥാനം യെരുശലേമായിരിക്കും. എന്നാൽ എല്ലായിടത്തും അന്നത്തെ ലോകം മുഴുവനും അവരുടെ ചെയ്തികളെ, അവരുടെ ശുശ്രൂഷകളെ അനുഭവിക്കും. പോസിറ്റീവായിട്ടല്ല, അധികവും നെഗറ്റീവായിട്ടായിരിക്കും അനുഭവിക്കുക. അവരുടെ ശുശ്രൂഷയും ദൈവസഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു തെളിവാണ്.
ആ രണ്ട് സാക്ഷികൾ ആരൊക്കെ ആയിരിക്കും? മോശെ, ഏലിയാവ് ആകാം. പൂർണ്ണമായും അനുമാനങ്ങൾ മാത്രമേ ആ വിഷയത്തിലുള്ളൂ. ആരൊക്കെ ആയിരിക്കുമെന്ന് ഒരു സൂചനയും നമുക്ക് ഇല്ല. 3 പേരുകളാണ് പൊതുവെ പറഞ്ഞു കേൾക്കാറ്. മരണം കാണാതെ എടുക്കപ്പെട്ട ഹാനോക്കും ഏലിയാവുമായിരിക്കും. കാരണം ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കൊണ്ട് ഇവരും അവരുടെ ശുശ്രൂഷയുടെ ഒടുവിൽ മരിക്കും. അതുകൊണ്ട് മരിക്കുവാനായിട്ട് ദൈവം ഹാനോക്കിനെയും ഏലിയാവിനെയും അയക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു കൂട്ടർ അധികമായും വിശ്വസിക്കുന്നത് മോശയും ഏലിയാവുമാണെന്ന്. അതിനുള്ള പല കാരണങ്ങളുണ്ട്. ഒരു കാരണം, അവർ രണ്ടുപേരുമാണ് യേശുവിനോട് തൻ്റെ മരണത്തെപ്പറ്റി സംസാരിക്കുവാൻ മറുരൂപമലയിൽ വന്നത്. മറ്റൊന്ന്, അവർ രണ്ടുപേരും ചെയ്യുന്ന ശുശ്രൂഷകൾ വെളിപ്പാട് 11 അത് മോശയും ഏലിയാവും ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതിന് സമാനമായ ശുശ്രൂഷകളാണ്. പ്രധാനമായും ഈ 2 കാരണങ്ങളാൽ ആ 2 സാക്ഷികൾ മോശയും ഏലിയാവുമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു. ആര് ആണെന്നും വേണമെങ്കിലും വിശ്വസിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മുടെ വർക്കിച്ചായനും രാജു ബ്രദറുമാണെന്നങ്ങ് വിശ്വസിച്ചോ, ഒരു തെറ്റില്ല. കാരണം ബൈബിൾ ഇതാരാണെന്ന് പറയാത്തത് കൊണ്ട് ആര് എന്ന് വിശ്വസിച്ചാലും അത് നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് അതിന് അത്രയും പ്രാധാന്യം കൊടുത്താൽ മതി. ആരും ആയിക്കൊള്ളട്ടെ, ദൈവം അയച്ചിട്ട് വരുന്ന 2 പേരാണവർ. ആരും ആയിക്കൊള്ളട്ടെ. നീ മരിച്ചുപോയ ഏതെങ്കിലും വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിന് വേണമെങ്കിൽ വിടാം. യേശുവിന് മനുഷ്യനായി ഭൂമിയിൽ വരികയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യാമായിരുന്നുവെങ്കിൽ ഏതെങ്കിലും വിശുദ്ധന്മാരെ ആ നിലയിലേക്ക് ഭൂമിയിൽ അയക്കുക ദൈവത്തിന് പ്രയാസമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതാരാണ്, ആരായിരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ പ്രയാസപ്പെടേണ്ട. അത് വിട്ടേര്. ആര് എന്ന് വേണമെങ്കിലും വിശ്വസിച്ചോളൂ, സ്വന്തം ഇഷ്ടത്തിന്, ഒരു കുഴപ്പമില്ല. അത് ഉപദേശമാണെന്നും പറഞ്ഞ് പഠിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. ശരി, അവർ രണ്ടുപേരും ആ 3.5 വർഷം പ്രവർത്തിക്കും. എന്തിനാ പ്രവർത്തിക്കുന്നത്? മനുഷ്യനെ ആ സമയത്തും ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ. പക്ഷേ ആരും അവരുടെ ശുശ്രൂഷ ഇഷ്ടപ്പെടില്ല. ഈ കൃപായുഗ സമയത്ത് കറതീർന്ന ദൈവവചനം പറയുന്നവരെയും ഉപദേശം പറയുന്നവരെയും കളിയും തമാശും ജോക്കും വില കുറഞ്ഞ വളിപ്പുകളും ഒന്നും പറയാത്തവരെ നമ്മുടെ കാലത്തും ആൾക്കാർക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെയുള്ള ഒരു കൺവെൻഷന് വന്നാൽ ആള് കുറയും. അവരെ പൊതുവെ ഇഷ്ടപ്പെടില്ല. സഭകളിൽ പോലും അധികം ഇരുത്താറില്ല. ഇന്ന് അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തു ഭരണം നടത്തുന്ന അന്നത്തെ കാര്യം പറയണം. നമ്മൾ അവിടെ വായിക്കുന്നത് അവരുടെ ശുശ്രൂഷയെ അക്കാലത്തെ ജനം വളരെയധികം വെറുത്തിരുന്നു എന്നാണ്. വളരെയധികം അവര് എതിർത്തിരുന്നു.
വെറുത്തിരുന്നു. അതാണ് നാം 11-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. അതിൻ്റെ തുടക്കം അങ്ങനെയാണ്. 3-ാമത്തെ വാക്യത്തിലുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു 2-ാമത്തെ വാക്യം, 42 മാസം യെരൂശലേം ജാതികൾക്ക് ചവിട്ടുവാനായിട്ട് വിട്ടുകൊടുക്കുന്നു. 3-ാമത്തെ വാക്യത്തിലുണ്ട് ആ 2 സാക്ഷികൾ 1260 ദിവസം പ്രവചിക്കുമെന്ന്. 5-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നു ആൾക്കാർക്ക് അവരുടെ ശുശ്രൂഷ ഇഷ്ടമായിരുന്നില്ല എന്ന്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ അവരുടെ മരണം വളരെ സന്തോഷമായി ആഘോഷിക്കുന്നവരായിരുന്നു അക്കാലത്തെ ജനങ്ങൾ. അത്രയ്ക്ക് അവരെ ആ ജനങ്ങൾ വെറുത്തിരുന്നു. ആ 3.5 വർഷം, ആദ്യത്തെ ആ 3.5 കൊല്ലം അവർ ശുശ്രൂഷിക്കും. അവരുടെ ശുശ്രൂഷ തികച്ചതിന് ശേഷം അഗാധത്തിൽ നിന്ന്, ആഴത്തിൽ നിന്ന്, 11-ന്റെ 7-ാമത്തെ വാക്യം വായിച്ചോളൂ. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. ഈ മൃഗത്തെയാണ് നമ്മൾ ഇന്നലെ 13-ാം അധ്യായത്തിൽ കണ്ടത്. ഈ മൃഗം എതിർ ക്രിസ്തു എന്ന വ്യക്തിയെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഒരു അക്ഷരീയമായ മൃഗം അല്ല. അവിടെ മൃഗം എന്നുള്ളത് കേവലം പ്രതീകം മാത്രമാണ്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, എതിർ ക്രിസ്തു, ഈ 2 സാക്ഷികളെ കൊന്നുകളയും. എപ്പോഴാണ് കൊല്ലുന്നത്? ഈ 2 സാക്ഷികൾ അവരുടെ ശുശ്രൂഷ തികച്ച ശേഷം. അതിനു മുൻപ് അവരെ കൊല്ലാൻ ആർക്കും കഴിയുകയുമില്ല. ഇന്നും അങ്ങനെ തന്നെയാകട്ടോ. നമ്മളെ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യം നിറവേറ്റാതെ നമ്മുടെ ജീവൻ പോവുകയില്ല, നമ്മളെ കൊല്ലുകയില്ല. ആർക്കും കൊല്ലാൻ പറ്റില്ല. യേശുവിനെയും എത്രയോ പ്രാവശ്യം യഹൂദന്മാർ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. കാരണം കർത്താവിന് ശുശ്രൂഷ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പ്രായം വിഷയമല്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചത് നിവർത്തിക്കുക എന്നുള്ളതാണ് വിഷയം. അത് നിവർത്തിച്ചു കഴിയുമ്പോൾ മാത്രമേ നമുക്കെന്തെങ്കിലും ദോഷം ചെയ്യാൻ ആർക്കെങ്കിലും ദൈവം അനുവാദം കൊടുക്കുകയുള്ളൂ. അങ്ങനെ ആ ശുശ്രൂഷ അവർ നിവർത്തിച്ചു. എന്നിട്ട് ഈ എതിർ ക്രിസ്തു അവരെ കൊല്ലുന്നു. അവരുടെ ശവം 3.5 ദിവസം യെരൂശലേമിൽ പരസ്യമായി കിടക്കുന്നു. പിന്നീട് അവർ ഉയർത്തെഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് പോകുന്നു. അതാണ് അവിടുത്തെ വിഷയം. അത് നമുക്ക് പിന്നീട് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ അതിൽ ഒരു പരാമർശം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ 2-ാം പകുതിയിൽ ഈ 2 സാക്ഷികളെ കൊന്നതിന് ശേഷം എതിർ ക്രിസ്തു അവന്റെ രൗദ്രഭാവത്തിൽ വെളിപ്പെടുകയാണ്. ഈ 2 സാക്ഷികളുടെ മരണാനന്തരം എതിർ ക്രിസ്തു അതിനു മുൻപ് ലോകത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും അതിനു മുൻപ് തന്നെ എതിർ ക്രിസ്തു ഒരു ഉടമ്പടിയിൽ ലോക രാജാക്കന്മാരുമായി, വിശേഷിച്ച് യഹൂദന്മാരുമായി പ്രവേശിച്ചിരുന്നു എങ്കിലും ഈ പകുതിയോടുകൂടെ നിയമം ലംഘിച്ച്, ഉടമ്പടി ലംഘിച്ച്
അവന്റെ രൗദ്രഭാവത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഈ രണ്ടാം പകുതിയിൽ എതിർ ക്രിസ്തു അങ്ങനെയുള്ള ഭീകര അവസ്ഥയിലേക്ക് എത്തുന്നത്? What is the reason for this Antichrist to be so furious, very dreadful, very cruel in his nature and his rule during the second half of the 70th week? അപ്പോഴല്ലേ യഹൂദന്മാർക്ക് അവരുടെ മശിഹായെ തിരിച്ചറിയാൻ പറ്റുള്ളൂ, ഇത് ഒറിജിനൽ അല്ലായിരുന്നു എന്ന്? അല്ല, അതല്ല അതിന്റെ പ്രധാന കാരണം. വേറെ ആരോ എന്താ പറഞ്ഞിരുന്നത്? എന്തോ? He knows his end is near. No. Because of this witnesses. No. അല്ല, ക്രിസ്തു ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ട് അവൻ തന്റെ പൂർണ്ണ രൂപം വെളിപ്പെടുത്തുക. അല്ല, എതിർ ക്രിസ്തുവിന്റെ കാലം അവസാനിക്കാറായതുകൊണ്ടാണ്. വേണ്ടിയാണോ? അല്ല, അന്നേരമേ സാത്താൻ അവന് പ്രവേശിക്കത്തുള്ളൂ. ജയക്കൂട്ടൻ അതിന്റെ വഴിക്കാ വരുന്നേ. വെളിപ്പാട് 13-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന്റെ രണ്ടാം വാക്യം വായിച്ചാൽ മതി. രണ്ടാം വാക്യത്തിന്റെ ഒടുവിലാണ്. രണ്ടാം വാക്യം വായിച്ചു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ഇതാണ് അതിന്റെ പ്രധാന കാരണം. മഹാസർപ്പം ഈ മൃഗം എന്ന എതിർ ക്രിസ്തുവിന് 3 കാര്യങ്ങൾ കൈമാറുന്നു. മഹാസർപ്പം എന്നിവിടെ പറയുന്നത് സാത്താനാണ്. 3 കാര്യങ്ങൾ എന്തൊക്കെ? അധികാരം, ശക്തി, സിംഹാസനം. മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും ഈ മൃഗത്തിന് കൈമാറുന്നു. ഇതുവരെ സാത്താന്റെ അഥവാ മഹാസർപ്പത്തിന്റെ പ്രവർത്തന വേദി എന്ന് പറയുന്നത് ആകാശം, സ്വർഗം, അവിടേക്കായിരുന്നു. എന്നാൽ 12-ാം അധ്യായത്തിലെ ഒരു ഏരിയൽ വാർ, ആകാശ യുദ്ധത്തിൽ മീഖായേലും കൂട്ടരും കൂടെ ഈ മഹാസർപ്പത്തെയും സൈന്യത്തെയും തോൽപ്പിച്ച് ഭൂമിയിലേക്ക് അവരെ പരിമിതപ്പെടുത്തുന്നു. By the middle of these 7 years, Satan will be limited by space and time. After the aerial war with and defeat by Archangel Michael and his angels, as per chapter 12 of Revelation. വെളിപ്പാട് 12-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 7 വർഷങ്ങളുടെ മധ്യത്തിൽ എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണത്തിന്റെ മധ്യത്തിൽ
ആകാശത്തിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ മീഖായേലും കൂട്ടരും, ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേലും കൂട്ടരും മഹാസർപ്പമായ സാത്താനെയും കൂട്ടരെയും തോൽപ്പിച്ച് ഭൂമിയിൽ തന്നെ അവരെ പരിമിതപ്പെടുത്തും. കാലം കൊണ്ടും സ്ഥലം കൊണ്ടും സാത്താൻ പരിമിതപ്പെടുകയാണ് 12-ാം അധ്യായത്തിൽ. അതാണ് 12-ന്റെ 12 നമ്മൾ വായിക്കുന്നത്. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഭൂമിയിൽ വസിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഭൂമിയിൽ വസിക്കുന്ന എന്ന് മുകളിലത്തെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തത് കേട്ടോ. സാത്താൻ ഈ പ്രത്യേക സമയത്ത് പരാജിതനായി ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു. പിന്നെ അവന് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല, അനുവാദമില്ല. അവൻ ഭൂമിയിൽ മാത്രമായി പരിമിതപ്പെടുന്നു. പിന്നീട് അവൻ അല്പകാലമേ ഉള്ളൂ എന്നും സാത്താൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് മഹാക്രോധം, ഈ മഹാക്രോധത്തോടെ അവൻ ഭൂമിയിലേക്ക് വരിക. ആരോടാ ദേഷ്യം? ദൈവത്തോട്, മീഖായേലിനോട്. പക്ഷെ അവരോടുള്ള ദേഷ്യം എന്തെങ്കിലും ഇവന് അവർക്കെതിരെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ദേഷ്യം പിന്നെ തീർക്കുന്നത് ആരോടാ? നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ സമരം ചെയ്യാറുണ്ട്. സർക്കാരിനെതിരെ സമരം ചെയ്യും. ഭരണാധിപന്മാരെയും സർക്കാരിനെയുമാണ് ദേഷ്യം. അവരെ ഒന്നും ചെയ്യാൻ ഒക്കാത്തത് കൊണ്ട് സമരക്കാര് സർക്കാർ വണ്ടി കത്തിക്കും, സർക്കാരിന്റെ വണ്ടി കത്തിക്കും. ഇതുപോലെ ദൈവത്തോടാണ് ഇവന്റെ ദേഷ്യം മുഴുവൻ. ദൈവത്തിന്റെ ദൂതന്മാരോടാണ്, ക്രിസ്തുവിനോടാണ്. പക്ഷെ അവരെ ഇവനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന്റെ ജനം എന്ന് വിളിക്കപ്പെടുന്ന യഹൂദനുണ്ട്, അവനോടാ സാത്താന്റെ ഏറ്റവും വലിയ കലിപ്പ് തീർക്കുന്നത്. പക്ഷേ അവൻ ജഡത്തിലല്ല. അതുകൊണ്ട് ജഡത്തിലുള്ള ഒരാളിന്റെ ആവശ്യം അവനുണ്ട്. അങ്ങനെയാണ് അവന് ഈ മൃഗത്തെ, ഈ കള്ളക്രിസ്തുവിനെ കിട്ടുന്നത്. അങ്ങനെ സാത്താൻ ഭൂമിയിലേക്ക് പരിമിതപ്പെട്ട് കഴിഞ്ഞ് അവൻ ക്രോധത്തോടെ എതിർ ക്രിസ്തുവിൽ ആവാഹിക്കപ്പെടുന്നു. പിന്നീട് ഈ എതിർ ക്രിസ്തു എന്ന മനുഷ്യന്റെ സ്വഭാവമേ മാറുന്നു, രൂപമേ മാറുന്നു. അവൻ മഹാക്രോധത്തോടെ സാത്താനാൽ നിവേശിക്കപ്പെട്ടവനായി, സാത്താനാൽ ഗ്രസിക്കപ്പെട്ടവനായി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇതാണ് ഈ 2-ാം പകുതിയിൽ എതിർ ക്രിസ്തു ഇത്രയും ഭീകരരൂപിയായി മാറുന്നതിന് കാരണം. ഇത്രയും വ്യക്തമാണോ? ഈ കാലഘട്ടത്തെ, ഈ ഒരു സംഭവത്തിന് ശേഷം എന്താണ് എതിർ ക്രിസ്തു ചെയ്യാൻ പോകുന്നത്? ദാനിയേൽ 9:27 9:27 വായിച്ചോളൂ ഒന്നും കൂടെ. അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും
നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ മധ്യത്തിൽ ചെയ്ത ഉടമ്പടി ലംഘിച്ചതിന് ശേഷം ഏറ്റവും ആദ്യവും ഏറ്റവും പ്രധാനമായും അവൻ എന്താ ചെയ്യുന്നത്? You will put an end to the sacrifice and offerings. യഹോവയുടെ ആലയത്തിലെ യാഗങ്ങൾ അവൻ നിർത്തലാക്കും. യഹോവയുടെ ആലയത്തിലെ യാഗങ്ങൾ അവൻ നിർത്തലാക്കും. ദൈവാരാധന അവൻ നിർത്തലാക്കും. യഹോവയ്ക്ക് ദൈവത്തിന് യാഗം കഴിക്കുന്നത് അവൻ നിർത്തലാക്കും. സ്തോത്രം. പിന്നെ അവൻ എന്ത് ചെയ്യും? ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവൻ ദേവാലയത്തിൽ ശൂന്യം. യെരുശലേം ദേവാലയത്തിൽ അതുവരെ നടത്തി വന്ന ദൈവത്തിന്റെ ആരാധനയെ, ദൈവത്തിന് അർപ്പിച്ചിരുന്ന യാഗങ്ങളെ അവൻ നിർത്തലാക്കിയിട്ട് 27 അവസാനത്തിൽ നമ്മൾ കാണുന്നത് പോലെ മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അതിനെയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് വിളിക്കുന്നത്. The abomination of desolation. ശൂന്യമാക്കുന്ന മ്ലേച്ഛത. മത്തായി 24 അധ്യായം 15 വാക്യം. മാത്യു 24:15. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. ഇവിടെയും നമുക്കൊരു തെളിവും കൂടെ ഉണ്ട്. 70 ആഴ്ചവട്ടങ്ങൾ നിവർത്തിക്കപ്പെട്ടില്ല എന്ന്. യേശു തന്റെ സമകാലികരായ ജനത്തോട് പറയുകയാണ്, ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും. അപ്പോൾ 70 ആഴ്ചവട്ടങ്ങളുടെ ഒടുവിൽ നടക്കുന്ന കാര്യമായിട്ടാണ് ദാനിയേൽ ഇത് പ്രവചിക്കുന്നത്. എന്നാൽ യേശു ആ പ്രവചനത്തിന് ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞു, നിങ്ങൾ അത് കാണും. എങ്കിൽ അതുവരെ അത് നിറവേറിയോ? ഇല്ല, ഇല്ല. ഇപ്പൊ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അതെന്തുവാ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നത്? What is this abomination of desolation? വിഗ്രഹാരാധനയാണോ? വിഗ്രഹാരാധന. അല്പം കൂടെ വന്നാൽ മതി. എതിർക്രിസ്തുവിന്റെ പ്രതിമ. എതിർ ക്രിസ്തുവിന്റെ പ്രതിമ തന്നെ എവിടെ സ്ഥാപിക്കും? യെരുശലേം ദേവാലയത്തിൽ. യെരുശലേം ദേവാലയത്തിൽ അവന്റെ പ്രതിമ തന്നെ സ്ഥാപിക്കും. അത് യെരുശലേം ദേവാലയത്തിൽ മാത്രമല്ല, 2 തെസ്സലോനിക്കർ 2:4, 2 തെസ്സലോനിക്കർ 2:4.
അവൻ അവൻ ദൈവാലയത്തിൽ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ യെരുശലേം ദേവാലയത്തിൽ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ ആരാധനാലയങ്ങളിലും അങ്ങനെ തന്നെ ചെയ്യും. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തും. നമുക്കറിയാം, സാത്താൻ വെട്ടേറ്റ് നിലത്ത് വീഴുന്നതിന് മുമ്പ് എന്തായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്? ദൈവസിംഹാസനത്തിന് മുകളിൽ തന്റെ സിംഹാസനം വെച്ച് ദൈവത്തിനർഹമായ ആരാധന കവർന്നെടുക്കുക. അവന്റെ ആ പഴയ ആഗ്രഹം ഇതുവരെയും മാറിയിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. ഇപ്പോൾ ഒരവസരമുണ്ടായി. അവൻ ഒരു മനുഷ്യനിലേക്ക് കുടിയേറുന്നു. സാത്താൻ ഒരു മനുഷ്യനിലേക്ക്, എതിർ ക്രിസ്തു എന്ന മനുഷ്യനിലേക്ക് കുടിയേറുന്നു. കുടിയേറിക്കഴിഞ്ഞിട്ടും അവൻ ആദ്യം ചെയ്യുന്നത് സത്യദൈവാരാധനയെ നിർത്തലാക്കുക. ദേവാലയത്തിൽ തൻ്റെ സ്വന്തം പ്രതിമ സ്ഥാപിക്കുക, ആ പ്രതിമയ്ക്ക് ആരാധന അർപ്പിക്കുക, ആ പ്രതിമയ്ക്ക് യാഗം അർപ്പിക്കുവാൻ ജനത്തെ പ്രേരിപ്പിക്കുക. അത് സത്യദൈവാരാധനയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധനാ വിഷയങ്ങളിൽ മേലും താനാണ് ദൈവമെന്നും പറഞ്ഞ് തന്നെ സ്ഥാപിക്കും. അതായത് അവനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അവനെ അല്ലാതെ, എതിർ ക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്. ഈ എതിർ ക്രിസ്തുവിനല്ലാതെ വേറെ ആർക്കും യാതൊരു അർപ്പണങ്ങളും അർപ്പിക്കരുത്, ഒരു യാഗങ്ങളും അർപ്പിക്കരുത്. സ്തോത്രകാഴ്ചയും ദശാംശമൊക്കെ അവന് കൊടുത്തോണമെന്ന്. വേറെ ആരെയും സ്തുതിക്കരുത്, വണങ്ങരുത്, ആരാധിക്കരുത്. മുഴുവൻ ആരാധനയും അവന് തന്നെ വേണം, അവന് തന്നെ വേണം. അതാണ് പൗലോസ് ലീഹായും പറഞ്ഞത്. സകല ആരാധനാ വിഷയങ്ങളിൽ മേലും അവൻ തന്നെ താൻ ഉയർത്തും. അവൻ തന്നെ താൻ ഉയർത്തും. ഇനി നോക്കണേ, he will erect his statue എന്നുള്ളതിന്റെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? വരിക അങ്ങോട്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരാം. ഒന്നാം വാക്യത്തിലാണ് നമ്മൾ എതിർ ക്രിസ്തു എന്ന മൃഗത്തെ കണ്ടത്. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. 13:11. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. താഴോട്ട് വായിച്ചു. അവിടെ മറ്റൊരു മൃഗത്തെയാണ് നമ്മൾ കാണുന്നത്. ഈ മൃഗം മൃഗമായിട്ടാണ് കാണുന്നതെങ്കിലും ഇത് ഒരു മനുഷ്യനാണ്. കള്ളപ്രവാചകൻ എന്ന് പിന്നീട് അറിയപ്പെടുന്ന മനുഷ്യനാണിവൻ. ഇപ്പോൾ കള്ളക്രിസ്തു വെളിപ്പാട് 13:1 തൊട്ട് 10 വരെ ഉണ്ട്. 11 മുതൽ കള്ളപ്രവാചകൻ എന്ന മറ്റൊരു മനുഷ്യനെ കാണാം. അതായത് ഈ അധ്യായത്തിൽ 13-ാം അധ്യായം വെളിപ്പാടിൽ നമുക്ക് സൈറ്റനിക് ട്രിനിറ്റി, സാത്താന്യ തൃത്വത്തെ കാണാം. മഹാസർപ്പം എന്ന സാത്താന്യ പിതാവ്, മൃഗം എന്ന കള്ളക്രിസ്തു, മറ്റൊരു മൃഗം എന്ന കള്ളപ്രവാചകൻ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പരിശുദ്ധ തൃത്വത്തിന് എതിരായും ബദലായും നിൽക്കുന്ന സാത്താന്യ തൃത്വം ഇവിടെയുണ്ട്. ഈ പശു, ഈ മൃഗം, ഹിന്ദിയിൽ പശു എന്നാണ് അതിന് പറയുന്നത്, അങ്ങനെ അങ്ങ് വന്നുപോയത്. ഈ മൃഗം
ഈ രണ്ടാമത്തെ മൃഗം കള്ളപ്രവാചകൻ എന്താ ചെയ്യുന്നതെന്ന് അടുത്ത വാക്യം വായിച്ചാട്ട് സുജയ്. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. പരിശുദ്ധാത്മാവ് എങ്ങനെയാണോ സത്യദൈവാരാധനയിലേക്കും ക്രിസ്തുവിന്റെ ആരാധനയിലേക്കും നമ്മെ നയിക്കുന്നത്, അതുപോലെ ഈ രണ്ടാമത്തെ മൃഗമായ കള്ളപ്രവാചകൻ എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ മൃഗമായ എതിർ ക്രിസ്തുവിനെ നമസ്കരിക്കുവാൻ ഭൂവാസികളെ നിർബന്ധിക്കുന്നു. ഓക്കെ, മുമ്പോട്ട് അടുത്തത്. അത് മനുഷ്യർ കാണെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ആകാശത്തു നിന്ന് തീ ഇറക്കും. സാക്ഷാൽ ഫയർ വിങ്സ് ഇവിടെയാണ് വെളിപ്പെടുന്നത് കേട്ടോ. സാക്ഷാൽ ഫയർ വിങ്സ് ആണ്. ഫയർ വിങ്സിന്റെ യഥാർത്ഥ ആളിനെ ഇവിടെ കണ്ടോ, കള്ള പ്രവാചകൻ. ഇന്ന് അതിന്റെ ട്രെയിനിങ് നടത്തുന്ന പലരും ഉണ്ട്. ആ ട്രെയിനിങ്ങിലൊന്നും ആരും വീണുപോകല്ലേ. ഈ ഫയർ 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 എന്നും പറഞ്ഞ് ലിക്വിഡ് ഫയർ ഉണ്ട്, സിലിണ്ടറും കൊണ്ട് പോയാൽ അത് കിട്ടത്തുള്ളൂ. പിന്നെ വൈൽഡ് ഫയർ ഉണ്ട്. ഇനി പുതിയ ഡിക്ഷണറിയിൽ ഇതൊക്കെ കൂട്ടിച്ചേർക്കും. എന്നാൽ യഥാർത്ഥ ഫയറിന്റെ ഉറവിടം കണ്ടല്ലോ. ഇന്ന് കാണിക്കുന്ന ഫയർ മിനിസ്ട്രിയേക്കാൾ വളരെ ഭംഗിയായി ഫയർ മിനിസ്ട്രി ചെയ്യുന്നയാളാണ് ഇവിടെ പറയുന്ന കള്ളപ്രവാചകൻ. അത് പറയാൻ പോയാൽ ഇത് പറയാൻ നേരമില്ലാത്തത് കൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ അവിടെ അങ്ങ് വിടുന്നു. അവൻ എന്തൊക്കെ ചെയ്യുന്നു? സമയം ലാഭിക്കാൻ ചുരുക്കി പറയട്ടെ. എതിർ ക്രിസ്തുവിന് പ്രതിമയുണ്ടാക്കുവാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ഈ രണ്ടാമത്തെ മൃഗമായ കള്ളപ്രവാചകൻ. അങ്ങനെ അവൻ ഒന്നാമത്തെ മൃഗമായ കള്ളക്രിസ്തുവിന് എതിർ ക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ടത് അടുത്ത ഭാഗമാണ്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. കണ്ടോ? വെറും തീ ഇറക്കുക, ഫയർ മിനിസ്ട്രി ചെയ്യുക മാത്രമല്ല, ഉണ്ടാക്കപ്പെട്ട ഒരു പ്രതിമയ്ക്ക് സംസാരശേഷി, ജീവനും കൊടുക്കുവാൻ, ആത്മാവിനെ പകരുവാൻ വരെയുള്ള അധികാരം അവന് ലഭിക്കുന്നു. അത്ഭുതങ്ങളുടെ പുറകെ ആരും പോകല്ലേ. നമ്മുടെ കർത്താവ് അത്ഭുതം എന്തോ അതാണോ ഇമ്പാർട്ടേഷൻ? സംശയിക്കേണ്ടിയിരിക്കുന്നു. കെട്ടിപ്പിടിക്കുന്നതും കയ്യിൽ തൂങ്ങുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? സ്തോത്രം. തിരുവചനത്തിലുള്ള ഇമ്പാർട്ടേഷൻ ഒന്നും അല്ലത്. അതിനവരെടുക്കുന്നത് എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരം. അത് കൈവെപ്പ് കൊണ്ട് കൃപാവരം ലഭിച്ചു എന്ന് പൗലോസ് തിമോഥിയോസിനോട് പറയുന്നത് പോലെ ആ കൈവെപ്പിനോട് ഒരു എതിർപ്പുമില്ല. എന്നാൽ ഇതെല്ലാം ഇനി ഇവർ നടത്തുന്നത് കൈവപ്പാണെന്നിരിക്കട്ടെ, എങ്കിൽ പോലും ഇത് ശുശ്രൂഷയുടെയും ആത്മീയതയുടെയും ഉയർന്ന തലമല്ല, നഴ്സറി അംഗൻവാടി ലെവലാണ്. ഒരു മറ്റൊരു ലെവൽ എന്നൊക്കെ പറയുന്നില്ലേ?
ഇത് വെറും അംഗൻവാടി തലം മാത്രമാണ്. എബ്രായർ 6:1 വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. കൈവെപ്പുകളെ കുറിച്ചുള്ള ഉപദേശം എന്ന അടിസ്ഥാനം ആദ്യ വചനവും എന്നാണ് അവിടെ അപ്പോസ്തലൻ പറയുന്നത്. എലിമെന്ററി ടീച്ചിങ് ആണിത്. സ്തോത്രം. അപ്പോൾ എതിർ ക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കുക, ആ പ്രതിമയ്ക്ക് സംസാരശേഷി നൽകുക, അതിന് ജീവൻ നൽകുക, അതിന് ആത്മാവ് പകരുക എന്നൊക്കെയുള്ള ഇൻവേർട്ടഡ് കോമയിലാണ് ശുശ്രൂഷകൾ നടത്താൻ ഈ കള്ള പ്രവാചകന് അധികാരം ലഭിക്കുന്നു. കള്ളപ്രവാചകന് അധികാരം ലഭിക്കുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു? എതിർ ക്രിസ്തുവിന് പ്രതിമയുണ്ടാക്കുന്നു. ആ പ്രതിമയെ ജനങ്ങളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നു. ആ പ്രതിമയ്ക്ക് സംസാരശേഷിയും ജീവനും ആത്മാവും നൽകുന്നു. അതിനെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കാനുള്ള നിയമം ഉണ്ടാക്കുന്നു. അതിനെ നമസ്കരിക്കുക എന്നതിൻ്റെ അടയാളമായി 666 എന്ന മുദ്ര ഏൽപ്പിക്കുന്നു. ഈ പ്രതിമയാണ് എല്ലാ ആരാധനാലയങ്ങളിലും സ്ഥാപിക്കപ്പെടുന്നത്, വിശേഷാൽ യെരുശലേം ദേവാലയത്തിൽ. ഇതിന് ആത്മാവിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? ഒരു റോബോട്ടിക് കമ്പ്യൂട്ടറൈസ്ഡ് AI കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിമ എന്നേ ഉള്ളത്. പണ്ടൊക്കെ യോഹന്നാന്റെ കാലത്തൊക്കെ യോഹന്നാന് പോലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇന്ന് നമുക്കിത് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായി മനസ്സിലാകും. എ ടോക്കിംഗ് കമ്പ്യൂട്ടർ, സംസാരിപ്പാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ. ഇനി വെറുമൊരു കമ്പ്യൂട്ടറും വേണ്ട. ഇന്ന് ആ എതിർ ക്രിസ്തു എന്ന ആളിന്റെ അതേ ആകൃതിയിൽ, അതേ ഷേപ്പിൽ, അതേ വലുപ്പത്തിൽ ഒരു റോബോട്ടിക് പ്രതിമ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന, പ്രതികരിക്കുന്ന, സംസാരിക്കുന്ന, വേണമെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു പ്രതിമ ഉണ്ടാക്കാം. ഇന്നത് വളരെ സരളമാണ്. ഇന്ന് പലയിടത്തും അങ്ങനെയുള്ള പ്രതിമകൾ ഉണ്ട്. ഇന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ച് പറയത്തക്കതുപോലെ വികസനം വരുത്തി വെച്ച പ്രതിമകളുണ്ട്. ഇവയായിരിക്കും ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായി ദാനിയേൽ പ്രവാചകൻ കണ്ടതും യേശു കർത്താവ് മുന്നറിയിച്ചതും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എതിർ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഈ ലോകം സാങ്കേതിക വിദ്യയിലൂടെ ഒരുങ്ങുന്നു. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കാണുമ്പോൾ തലയിൽ കൈവെക്കൊന്നും വേണ്ട. സ്തോത്രം. സോഫിയ എന്ന് പറയുന്ന ഒരു റോബോട്ട് ആ കൂട്ടത്തിൽ ആദ്യത്തേതായിരുന്നു സൗദി അറേബ്യയിൽ. അതിനുശേഷം വേറെ പല റോബോട്ട്സ് ഉണ്ടാക്കി. അപ്പൊ ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ എതിർ ക്രിസ്തു തന്റെ ഭരണത്തിന്റെ ഒടുവിലത്തെ പകുതിയിൽ കൂടുതൽ ക്രൂരതയോടെ വെളിപ്പെടുവാൻ കാരണം സാത്താൻ അവനിൽ ആവാഹിക്കപ്പെടുന്നു. സാത്താന് ദൈവത്തോടുള്ള ദേഷ്യം ഇസ്രായേലിനോടും ശേഷം ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടുമായി ചെയ്തു തീർക്കുന്നു. ഈ സാത്താന്യ തൃത്വം ഒരുമിച്ച് ദൈവത്തെ
ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നു. ദൈവത്തോടുള്ള കോപം മുഴുവനും അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് അവൻ തീർക്കുന്നു. അതാണ് മഹോപദ്രവമായി ആ കാലഘട്ടം തീരുവാൻ കാരണം. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത് സംഭവിക്കണമെങ്കിൽ യെരുശലേം ദേവാലയം പോലും ഇനി പണിയപ്പെടണം. എന്നാൽ തിരുവെഴുത്തുകളുടെ മറ്റു പല ഭാഗങ്ങളും അടിസ്ഥാനമാക്കി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത് സംഭവിക്കും മുമ്പേ നമ്മുടെ കർത്താവ് വരും. സ്തോത്രം. നമ്മുടെ കർത്താവ് വരും. 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വിശദീകരണത്തിലേക്ക് നാളെ ദൈവം ചെലുത്താം. എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും വിശ്വസിക്കുന്ന 3 കാര്യങ്ങൾ, പ്രത്യേകിച്ച് എസ്കറ്റോളജി അഥവാ അന്ത്യകാല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. 1, there is coming a time of great tribulation as the world has never seen. ലോകം ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെ, ലോക സൃഷ്ടി മുതൽ ഇതുവരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ലാത്തതുപോലെയുള്ള ഒരു സാർവത്രികമായ മഹാപീഡനകാലം ഉണ്ടാകുമെന്ന് ഏതാണ്ട് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും വിശ്വസിക്കുന്നു. 2, after the tribulation, Christ will return to establish his kingdom on earth. ഈ ട്രിബുലേഷൻ, ഈ മഹാപീഡന കാലത്തിന് ശേഷം ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുവാൻ യേശു ക്രിസ്തു പ്രത്യക്ഷനാകും, ഭൂമിമേൽ പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിക്കുന്നു. 3, there will be a rapture, a transformation from mortality to immortality for the saints of God. ദൈവത്തിന്റെ വിശുദ്ധന്മാർക്ക് അക്ഷയതയിലേക്കുള്ള ഒരു രൂപാന്തരം ഉണ്ടാകും എന്നും എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും വിശ്വസിക്കുന്നു. ഈ 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ. പക്ഷേ ഇതിന്റെ സമയം, അതേപ്പറ്റിയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്. നാം അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിലുമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു, ലോകം എല്ലാ നിലകളിലും എതിർ ക്രിസ്തുവിനായി ഒരുങ്ങുന്നു. നമുക്ക് നമ്മുടെ കർത്താവായ യേശുവിനായിട്ട് ഒരുങ്ങാം. തൻ്റെ ചങ്കിലെ ചോര അവസാനത്തെ തുള്ളി വരെ ഊറ്റിത്തന്ന് നമ്മെ തനിക്കായി തേജസ്സോടെ മുൻനിർത്തുവാൻ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്കും കാത്തിരിക്കാം. അതിനായി നമുക്ക് ഒരുക്കാം. ഈ വചനങ്ങൾ അതിന് കാരണമായി അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.